ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തത്വമസി, അതിന് പല അർത്ഥങ്ങളുണ്ട്. അത് നീയാകുന്നു. 2018-ലും 2019-ലും ഒക്കെ പാവപ്പെട്ട ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് നിരപരാധികളുടെ പേരിൽ കേസെടുത്ത് ഇന്നും കോടതി കയറി ഇറങ്ങുവാൻ തക്ക വിധത്തിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത ഈ സർക്കാർ, അത് നീയാ. തത്വമസി, അത് നീയാകുന്നു. ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും ബഹുമാനിക്കാതെ അശുദ്ധിയുള്ള മഹിളകളെപ്പോലും യുവതികളെപ്പോലും രഹസ്യമായി തന്റെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ കടത്തി അയ്യപ്പന്റെ ദർശനം നടത്തുവാൻ പറഞ്ഞുവിട്ട അത് നീയാകുന്നു. തത്വമസി. ആ നീ ഇവിടുത്തെ അവിശ്വാസി സർക്കാരാണ് എങ്കിൽ ആ അവിശ്വാസി സർക്കാരിന് ശബരിമലയുമായി എന്താണ് ബന്ധം? ശബരിമലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ നല്ലതാണ്. കാരണം എന്തെന്നറിയുമോ? കാരണം ഭഗവത്ഗീതയുടെ ശ്ലോകമാണല്ലോ ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അതിൽ അവസാനം ഒരു ശ്ലോകമുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധുവാ നീതിർ മതിർ മമ. ഭഗവത്ഗീതയിൽ അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം. എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനുമുള്ളത് അവിടെ വിജയമുണ്ടാകുന്നു എന്ന്. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എവിടെയാണോ ധനുർധരനായ ഭക്തന്മാരും യോഗേശ്വരനായ അയ്യപ്പനുമുള്ളത് അവിടെ വിജയനുണ്ടാകുന്നു. അവിടെ വിജയനുണ്ടാകുന്നു. ആ വിജയന് അയ്യപ്പ സന്നിധിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. ഈ തന്ത്രം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരൊക്കെ അടുത്ത് വില പോവില്ല എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാമാണ് ഭഗവത്ഗീത ആരോ എഴുതി കൊടുത്തത്, കാണാതെ പോലും പഠിച്ചു വന്ന് പറയുവാനുള്ള സാമർഥ്യമില്ലാത്ത പടുവിട്ടികൾ അധികാരത്തിന്റെ കസേരയിൽ കടന്നിരുന്നുകൊണ്ട് ഇവിടുത്തെ ഭക്തന്മാരെ ഭരിക്കുമ്പോൾ ഐക്യതയില്ലാതെ ധർമ്മത്തെ സ്നേഹിക്കുന്നവനെ, ധർമ്മത്തെ പോഷിപ്പിക്കുന്നവനെ, ധാർമ്മികമായ ചിന്താഗതിയിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കരുത്തുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പോയ നമ്മുടെ പരാജയമാണ് അതിനു കാരണം. അതിന് പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടു, വാവരെ പറ്റി. വാപുരൻ എന്ന് പറയുന്നത് ഇല്ല പോലും. പരമപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരെയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നു പോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല, വാപുരസ്വാമി. ആരാണ് ഈ വാപുരൻ? ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന്. ഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വാപുരൻ ശിവന്റെ ഭൂതമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്കുണ്ടാകട്ടെ. ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്ന് നിന്നുകൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത്. അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ? അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി. ഇതൊന്നും ഇവിടെ വില പോകില്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം. ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സങ്കല്പം ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. ചമ്മന്തി കഴിക്കണമെങ്കിൽ 5 ജാതി മിനിമം അതിൽ വേണം. വേണ്ടേ? നമ്മുടെയൊക്കെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് 5 ജാതികൾ കൊണ്ടാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല, പൂച്ച നന്നാകേണ്ടെന്നല്ല, പട്ടി നന്നാകേണ്ടെന്നല്ല. അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ.
സനാതനധർമ്മത്തെ ചവിട്ടിമെതിക്കുവാൻ നൂറ്റാണ്ടുകളോളം ഇവിടെ കടന്നു വന്ന് ഭരിച്ച, നമ്മുടെ ഖജനാവുകൾ കൊള്ളയടിച്ച, നമ്മുടെ ഗ്രന്ഥപ്പുരകൾ തീവച്ചു നശിപ്പിച്ച, നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തും അല്ലാതെയും കൊന്നൊടുക്കിയ മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും കഴിഞ്ഞില്ല. പിന്നെയാണോ ഇവിടെയുള്ള DMK-കാരന്, പിന്നെയാണോ ഇവിടെയുള്ള CPM-കാരന്? സനാതനധർമ്മത്തെ ചവിട്ടിമെതിക്കുകയാണ്. ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആനയുടെ മുകളിൽ കയറി എറുമ്പ് ചവിട്ടി മെതിച്ചാൽ ആനയ്ക്കൊരു ചുക്കും വരാനില്ല, യാതൊരു സംശയവുമില്ല.